കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് ചെറിയ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുങ്ങിയിട്ട് അമ്മ പോവാം. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ 6ാം ക്ലാസ്സിലായിരിക്കും. സ്ഥലവും വീടെന്ന് പറഞ്ഞാൽ ഒരു വീട് കാറിലേക്ക് കയറാൻ പോകുമ്പോൾ അവർ പറഞ്ഞു കാറിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞു. കാറിൽ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരിക. കല്യാണത്തിന് വൈകുന്നേരം പോകില്ല, അമ്മ കരഞ്ഞുകൊണ്ട് വന്ന് ഞാൻ ചിരിയായിരുന്നു. എന്തോ കൂട്ടിയിട്ടില്ലേ, എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അമ്മ ശരിക്കും കരയാൻ തുടങ്ങി. അമ്മ കരയ റേറാ. അമ്മ എനിക്ക് തീരെ വയ്യാണ്ടെന്ന് അമ്മ കരയുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ സാഹചര്യം അമ്മ എൻ്റെ വെള്ളമില്ലായിട്ട് അമ്മ കരഞ്ഞിട്ടുണ്ട്. ഞാൻ കിണർ കുഴിച്ച് ഒരു 32 പടവരെയായിട്ടും വെള്ളം കിട്ടായിട്ട് അമ്മ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ 6 ലക്ഷം രൂപ 10 വർഷം മുന്നേ പോയതാണ്. എൻ്റെ വീട്ടിൽ കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടിയില്ല. അത് നാട്ടുകാരെല്ലാം കൂടിയിട്ട് നിർത്തുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആരെയും ഞാൻ മറന്നിട്ടില്ല. ഞാൻ എല്ലാ കണക്കുകളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, മനസ്സിൽ വെച്ചിരുന്നില്ല, പക്ഷെ എനിക്ക് ഒന്നും മറന്നിട്ടില്ല. ഞാൻ ഇപ്പം വെച്ചാൽ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ ഹാപ്പിയാണോ? അപ്പം അമ്മ പറഞ്ഞു, ഞാൻ ഇപ്പം സ്വർഗത്തിൽ ജീവിക്കുന്നു, അന്ന് ഞാൻ നരകത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ. ഈ താക്കോൽ എൻ്റെ അച്ഛനെ കൊണ്ട് എതിരെ വാങ്ങിച്ചിട്ടില്ല. എന്തുകൊണ്ട്? എല്ലാവരും അച്ഛനെ കൊണ്ടല്ലേ വാങ്ങിപ്പിക്കുക. ഞാനാണ് എൻ്റെ കീ വാങ്ങിച്ച്. അക്കാര്യത്തിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊടുക്കൂല. അല്ല, എനിക്കറിയില്ല. എനിക്ക് എന്നോളം ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ വണ്ടിയുടെ കീ വാങ്ങിക്കാൻ യോഗ്യത ഞാനാണെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ തെറ്റ് പറയുന്നില്ല. എനിക്കെന്തോ എൻ്റെ അച്ഛനാണ് അത് അനുഭവിക്കുന്ന സുഖം. അച്ഛനാണ് ആ വണ്ടി പോകുക. പക്ഷെ കീ വാങ്ങുമ്പോൾ എനിക്കത് ഞാൻ വാങ്ങിക്കണം. അപ്പം ദൈവം എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നല്ലത് വരുമ്പോൾ മാത്രം ദൈവമുണ്ട്, മോശം വരുമ്പോൾ ദൈവമില്ല. അപ്പം അവിടെയൊക്കെ ഞാൻ ദൈവത്തിന് ഞാൻ പറഞ്ഞില്ല, അമ്പലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് അമിതമായ വിശ്വാസങ്ങളൊന്നും എനിക്കില്ല. പക്ഷെ അന്ന് കിണർ വെച്ചപ്പോൾ ദൈവത്തിന് വെള്ളം തന്നുകൂടായിരുന്നു. 30 പട ചോദിച്ചു, 6 ലക്ഷം രൂപ പോയി. അന്ന് എന്താ ദൈവത്തിന് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ തുള്ളി വെള്ളത്തിൽ തന്നൂടെ? ആ കിണർ 50,000 രൂപയുടെ മണ്ണിട്ടിട്ടാണ് കിണർ ഞാൻ മൂടിയത്. ഈ ലൊക്കേഷനിൽ ഒരു മുട്ട കൂടുതൽ എടുത്തതിന് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. കാരണം എനിക്ക് വിശപ്പുണ്ട്, അപ്പം അതിന് പ്രശ്നം ഉണ്ടാക്കി എൻ്റെ കൈ പിടിച്ച് വെച്ച ആൾക്കാരുടെ ലൊക്കേഷൻ. ഫുഡ് തരുന്ന സമയത്ത് നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പം കാപ്സൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് 1-2 മുട്ട, ചിക്കൻ്റെ കറിയിലെ പീസ്, പിന്നെ കുറച്ച് ഈ പറഞ്ഞ സാലഡൊക്കെ എടുക്കുമല്ലോ. അപ്പം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കൈ പിടിച്ച് വെച്ചാണ്. പക്ഷെ ഞാൻ എൻ്റെ കണ്ണിലൂടെ ഇതുവരെ രാഷ്ട്രീയവും പിന്നെ താഴ്ന്ന ജാതി, ഉയർന്ന ജാതി അങ്ങനെയൊന്നും ഞാൻ കാണുമില്ല, നോക്കുകയില്ല. അതങ്ങനെ നോക്കുന്ന ആളെ ഞാൻ മാറ്റി നിർത്തുകയും ചെയ്യും. നോക്കിയ ആൾക്കാരുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ എൻ്റെ കോണ്ടാക്റ്റിലില്ല. ഇപ്പം പെൺകുട്ടികൾ വെറുതെ നോക്കോ? ഇപ്പം വേണ്ട, പേടിയാ. ഒന്നുമില്ല, ഒരു പരിപാടിക്കും ആരാധികരാന്ന് പറഞ്ഞാൽ ആരാധിച്ചോ? അയ്യോ, എനിക്ക് വേണ്ട മക്കളെ ഇങ്ങനത്തെ ഒരു പരിപാടി. രോമാഞ്ചല്ല, നമ്മൾ സിനിമയിലല്ലേ അവരെ കണ്ടിട്ടുള്ളൂ. സിനിമയിലാണോ? അവരുടെ ഏത് സിനിമയാ കണ്ടേ? എനിക്ക് തോന്നുന്നത്, അതായത് നമ്മളിപ്പം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 20, 21, 22ാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും വീട്ടിൽ കറണ്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പം അത് ആ അവസ്ഥയൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം ആലോചിക്കുമ്പോൾ എങ്ങനെയായിരുന്നു. കാരണം ഒന്നുമില്ല, നമുക്ക് അപ്പുറത്ത് കാണുമ്പോൾ കൊതിയാവും. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു അനുഭവമായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ ഹാപ്പിയാണോ? അപ്പം അമ്മ പറഞ്ഞു, ഞാൻ ഇപ്പം സ്വർഗത്തിൽ ജീവിക്കുന്നു, അന്ന് ഞാൻ നരകത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ അമ്മ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊന്നുമില്ല. നമുക്കിപ്പം ചുറ്റുപാട് നല്ലൊരു കോമ്പൗണ്ടിനുള്ളിൽ നല്ലൊരു വീടുണ്ട്, ഇന്ന് കിണറുണ്ട്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇപ്പം അച്ഛനും അമ്മക്കുണ്ട്. അവർക്ക് അവരുടെ ഫ്രീഡത്തിൽ, കാരണം അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. അവരെ ഇഷ്ടത്തിന് എണീക്കാം, ഉറങ്ങാം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം, നടന്ന് കളിക്കാം, ഇരുന്ന് കളിക്കാം, എന്തും ചെയ്യാം. അങ്ങനത്തെ ഒരു വീടുമുണ്ട്, നല്ല കിളിക്കൂട് പോലത്തെ ഒരു വീടുമാണ്. അതിന് പേര് സൺ ഹോം എന്ന് പേരുണ്ട്. സൺ ഹോം, എല്ലാം സണ്ണാണ്. സൂരജ് സൺ എന്നുള്ള 2 സൂര്യനുണ്ട്. അതെ, ഞാനായിട്ട് കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ബ്രാൻഡ് ചെയ്താണ് സൂരജ് സൺ. കാരണം എനിക്ക് ഞാനൊരു വണ്ടി, ഞാനിപ്പോൾ ഒരു 3-4-5 വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഈ താക്കോൽ എൻ്റെ അച്ഛനെ കൊണ്ട് എതിരെ വാങ്ങിച്ചിട്ടില്ല. എന്തുകൊണ്ട്? എല്ലാവരും അച്ഛനെ കൊണ്ടല്ലേ വാങ്ങിപ്പിക്കുക. ഞാനാണ് എൻ്റെ കീ വാങ്ങിച്ച്. അക്കാര്യത്തിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊടുക്കൂല. അല്ല, എനിക്കറിയില്ല. എനിക്ക് എന്നോളം ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ വണ്ടിയുടെ കീ വാങ്ങിക്കാൻ യോഗ്യത ഞാനാണെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ തെറ്റ് പറയുന്നില്ല. എനിക്കെന്തോ എൻ്റെ അച്ഛനാണ് അത് അനുഭവിക്കുന്ന സുഖം. അച്ഛനാണ് ആ വണ്ടി പോകുക. പക്ഷെ കീ വാങ്ങുമ്പോൾ എനിക്കത് ഞാൻ വാങ്ങിക്കണം, എന്നാലേ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുന്ന ചിന്ത. അതുകൊണ്ട് കീ വാങ്ങാൻ ഞാനേ ഉള്ളൂ. എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കും. വണ്ടിയുടെ കാര്യത്തിൽ മാത്രമേ, മറ്റൊന്നുമില്ല. ബാക്കിയൊക്കെ അച്ഛൻ്റെ കൈകൾ തൊടിയിക്കാറുണ്ട്, അമ്മയുടെ കൈ. പക്ഷെ വണ്ടി വാങ്ങിക്കുമ്പോൾ, അതും എൻ്റെ അമ്മ ഒരിക്കല് അതും കൂടെ പറയാലോ, കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് ചെറിയ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുങ്ങിയിട്ട് അമ്മ പോവാം. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ 6ാം ക്ലാസ്സിലായിരിക്കും. സ്ഥലവും വീടെന്ന് പറഞ്ഞാൽ ഒരു കാറിലേക്ക് കയറാൻ പോകുമ്പോൾ അവർ പറഞ്ഞു കാറിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞു. കാറിൽ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരിക. കല്യാണത്തിന് വൈകുന്നേരം പോകില്ല, അമ്മ കരഞ്ഞുകൊണ്ട് വന്ന് ഞാൻ ചിരിയായിരുന്നു. എന്തോ കൂട്ടിയിട്ടില്ലേ, എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അമ്മ ശരിക്കും കരയാൻ തുടങ്ങി. അമ്മ കരയ റേറാ.
അമ്മ എനിക്ക് തീരെ വയ്യാണ്ടെന്ന് അമ്മ കരയുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ സാഹചര്യം അമ്മ എൻ്റെ വെള്ളമില്ലായിട്ട് അമ്മ കരഞ്ഞിട്ടുണ്ട്. ഞാൻ കിണർ കുഴിച്ച് ഒരു 32 പടവരെയായിട്ടും വെള്ളം കിട്ടായിട്ട് അമ്മ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ 6 ലക്ഷം രൂപ 10 വർഷം മുന്നേ പോയതാണ് എൻ്റെ വീട്ടിൽ കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടിയില്ല. പിന്നെ കുഴൽക്കിണർ ഒഴിച്ചു. അപ്പോഴേ പോലെ അപ്പം എൻ്റെ നാശം നോക്കണം. ഞാൻ ജനിച്ച മുതൽ എനിക്ക് പ്രശ്നങ്ങളാണ്. അപ്പം മുതലേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം വെള്ളം കിട്ടാൻ അമ്മയൊക്കെ ഇരുന്ന് കാര്യമായിരുന്നു. അപ്പം ഞാൻ എത്ര പെയിൻ അനുഭവിച്ചു, ലോൺ എടുത്ത് ഒക്കെയാണ് കിണർ വെച്ചത്. അതിൽ വെള്ളമില്ല. അപ്പം ദൈവം എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നല്ലത് വരുമ്പോൾ മാത്രം ദൈവമുണ്ട്, മോശം വരുമ്പോൾ ദൈവമില്ല. അപ്പം അവിടെയൊക്കെ ഞാൻ ദൈവത്തിന് ഞാൻ പറയില്ല, അമ്പലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് അമിതമായ വിശ്വാസങ്ങളൊന്നും എനിക്കില്ല. പക്ഷെ അന്ന് കിണർ വെച്ചപ്പോൾ ദൈവത്തിന് വെള്ളം തന്നുകൂടായിരുന്നു. 30 പടയ ഒഴിച്ചു, 6 ലക്ഷം രൂപ പോയി. അന്ന് എന്താ ദൈവത്തിന് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ തുള്ളി വെള്ളത്തിൽ തന്നൂടെ? ആ കിണർ 50,000 രൂപയുടെ മണ്ണിട്ടിട്ടാണ് കിണർ ഞാൻ മൂടിയത്. എന്നിട്ട് പിന്നെയും ഞാൻ 1.5 ലക്ഷം ചിലവാക്കിയിട്ടാണ് ഒരു കുഴൽക്കിണർ ഒഴിച്ചത്. അത് നാട്ടുകാരെല്ലാം കൂടിയിട്ട് നിർത്തുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആരെയും ഞാൻ മറന്നിട്ടില്ല. ഞാൻ എല്ലാ കണക്കുകളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, മനസ്സിൽ വെച്ച് തരുന്നില്ല. പക്ഷെ എനിക്ക് ഒന്നും മറന്നിട്ടില്ല. ഞാൻ ഒറ്റയാൾ പട്ടാളായിട്ട് ജീവിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അമ്മ അന്ന് കരഞ്ഞു വന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ സീരിയസ് ആയി കരയുമ്പോൾ ഞാൻ ഇത് പറഞ്ഞു അതിൽ സ്ഥലമില്ല. എൻ്റെ മുറ്റത്ത് 3 കാറ് ഒരു പിക്കപ്പ് വാനും കൂടെ ഇങ്ങനെ വെച്ചിട്ട് അമ്മേനെ നടുക്കിപ്പിച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അമ്മ ഒരു ദിവസം ജീപ്പിലായിരിക്കും, അമ്മ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകും, ഒരു ദിവസം കാറിൽ പോകും, ഒരു ദിവസം പിക്കപ്പ് പോകും. അച്ഛൻ ഓടിക്കുക ആ സമയത്ത്. അച്ഛൻ അപ്പം വീട്ടിലെ മുറ്റടിക്കാൻ പറ്റില്ല, വണ്ടി കൊണ്ട്. പിന്നെ അച്ഛൻ സ്ട്രോക്ക് 2ാമത് വന്നപ്പോഴാണ് ഞാൻ വണ്ടി, കാരണം ഞാൻ ഇല്ലല്ലോ, ഞാൻ കൊച്ചിക്ക് വരിക, വണ്ടികൾ വെച്ചാൽ പോയി പോകും. അങ്ങനെ ഞാൻ ആഗ്രഹങ്ങൾ, എൻ്റെ അച്ഛന് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിച്ചു, സൂര്യ എന്നുള്ള പിക്കപ്പ്. അതിനും പേര് സണ്ണാണ്. എൻ്റെ അച്ഛൻ പിന്നെ ഡ്രൈവറായിരുന്നു അച്ഛൻ. ഒരു വീട്ടിൽ 40 വർഷത്തോളം ജോലി ചെയ്തതാണ്. സ്വന്തമായിട്ട് വണ്ടി ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അത് അച്ഛൻ ഓണറുമായി എൻ്റെ ഡ്രൈവറുമായി. അങ്ങനെ എന്നാൽ പറ്റുന്ന അവരുടെ നല്ല പ്രായത്തിൽ അല്ലെങ്കിൽ അവർ എല്ലാം റിയാക്ട് ചെയ്യുന്ന കാലം. സന്തോഷം ഒരു സമയം കഴിഞ്ഞാൽ ഇവർക്ക് സന്തോഷം എന്താണെന്ന് അറിയില്ല. എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കും, അവരിങ്ങനെ ചിരിക്കൂ. അത് പക്ഷെ ഇപ്പം അവർക്ക് എല്ലാം റിയാക്ട് ചെയ്യാൻ പറ്റുന്ന സമയം. ആ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നുണ്ടെന്ന് വിശ്വാസം എനിക്കുണ്ട്. ഇപ്പം ഇപ്പോഴാണ് എൻ്റെ അമ്മ ചുരിദാർ ഇടാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് അമ്മ എപ്പോഴും മുടിയൊക്കെ കറുപ്പിച്ച് ചുരിദാർ ഇട്ട് നടക്കണം. എൻ്റെ സിസ്റ്റർക്ക് നേരത്തെ വെച്ചിട്ട് അമ്മ എപ്പോഴും നരച്ചിട്ട് സാരി കൊടുത്ത് മറ്റേ വൈറ്റ് കളർ സാരി പോലത്തെ ഇട്ടിട്ട് സെറ്റ് സാരി എടുത്ത് നടക്കുന്ന ഏച്ചി എൻ്റെ സിസ്റ്ററുടെ കോൺസെപ്റ്റ്. ഞാൻ വിട്ടുകൊടുക്കൂല. അമ്മക്കാണെങ്കിൽ എന്റെ കോൺസെപ്റ്റിനോട് താല്പര്യം. ചുരിദാർ ഇട്ടിട്ടാ അമ്മ അവിടുന്ന് കളിക്കുന്നില്ലേ, അമ്മ എൻജോയ് ചെയ്യായിരുന്നു. അത് ഭയങ്കര കുട്ടിക്കാലത്ത് കളിക്കുന്ന പോലെ അമ്മ എൻജോയ് ചെയ്ത്. അപ്പൊ അമ്മ മലയിറങ്ങി പറഞ്ഞു, ഇനി മലക്ക് പോക്ക് എനിക്ക് ആവുന്നു തോന്നുന്നില്ല, കാലൊക്കെ വിറക്കുക. അമ്മ സഹിക്കുന്നു, കാല് വിറക്കുക. വീട്ടിലെത്തി പറഞ്ഞു അടുത്ത തവണയും പോണം. അതാണ് ശബരിമലയിലെ പ്രത്യേകത. ഏറ്റവും റിസ്ക്. നമ്മൾ എത്രയും മണിക്കൂറുകൾ ക്യൂ നിന്ന് എല്ലാം പോട്ടെ, തിരിച്ചെത്തിയ പറഞ്ഞു അടുത്ത വർഷം പോകണം. ഇതാ ഞാനും പൊക്കോണ്ടിരിക്കുന്നത്. അതിന്റെ മെയിൻ കാര്യം അതാ. എത്ര വർഷം പോയിട്ടുണ്ട് അമ്മയും അച്ഛനും? അച്ഛൻ ഒരു 10-30 വർഷം പോയിട്ടുണ്ടാവും. 30 വർഷം അച്ഛൻ പോയിട്ടുണ്ടാവും. അമ്മ ഫസ്റ്റ് ടൈം. അമ്മ ആദ്യമായിട്ടാ പോയത്. അതുകൊണ്ട് അമ്മക്ക് ഭയങ്കര നേരത്തെ കാറിന്റെ കാര്യം പറഞ്ഞല്ലോ, അവര് പിന്നീട് ഈ വണ്ടിയിലൊക്കെ അമ്മ പോയി ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ ഒളിച്ചെന്ന് കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ സ്വന്തം വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത്. എനിക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ഒരു വിഷ്വലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ചൊക്കെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് വെറുതെ ഇത് തന്നെയല്ല, എനിക്കത് ആ വിഷ്വൽ ഞാൻ ആദ്യം പ്ലാൻ ചെയ്യും. ഞാൻ ഈ മാനിഫെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഞാൻ മുന്നേ പ്ലാൻ ചെയ്യും. ഒരു വർഷത്തേക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നടന്നത്. എൻ്റെ അച്ഛൻ നമ്മുടെ സ്വന്തം വണ്ടി എടുത്ത് പോകുന്നത് കാണണം. അപ്പം ഞാൻ ഒളിച്ച് നേരം വണ്ടിയിലെങ്കിൽ അച്ഛൻ പോയി ഇറങ്ങുന്ന, അപ്പം അച്ഛൻ സ്വന്തം വണ്ടിയിൽ നിൽക്കുന്നത്. ഇതൊക്കെയാണ് സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ അമ്മമാർക്കൊക്കെ മക്കൾ എത്രത്തോളം വളരുന്നതും പിന്നെ അത് സന്തോഷം. കാരണം അവർ എൻ്റെ അടുത്ത് ഇപ്പം പറയും, ഇനി ഇന്ന കാര്യം ചെയ്തു കൊടുക്കണം. കാരണം അവരിന്നും ഏത് ലെവലാണെങ്കിലും അവർ അഹങ്കാരം അങ്ങനത്തെ ഇല്ലാതെ ആൾക്കാരാണ്. ഒരു അഹങ്കാരവും ഇല്ല അവർക്ക്. അത് വീഡിയോ തന്നെ കാണുമ്പോഴേ ശരിക്കും വീഡിയോ എടുക്കുന്നതിനൊക്കെ പിന്നെ ചീത്ത പറയൊക്കെ ചെയ്യുന്നു. ശരിക്കും വീടൊക്കെ വെച്ചതേ സൂര്യചേട്ടൻ തന്നെയാണോ വീടൊക്കെ വെച്ചത്? അത് എപ്പോഴായിരുന്നു വീടൊക്കെ? 2020-21 വീട് വെച്ചത്. ആ വീട് വെച്ചെന്ന് വെച്ചാൽ എന്താ പറയാ, ആ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ പൊളിച്ചും തട്ടിയും മൂട്ടിയൊക്കെ എൻ്റെ ഇഷ്ടത്തിനൊരു വീട്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റാണ്. സന്തോഷത്തോടെ എനിക്ക് ഹാപ്പിയായി ഉറങ്ങാൻ പറ്റുന്ന റൂം വേണം. അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ റൂമിന്റെ ഉള്ളിൽ പോലത്തെ ഒരു ബെഡ്റൂം ഞാൻ സെറ്റ് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാനാണ്. അത് ഭയങ്കര സുഖമായിട്ട്, കാരണം ബെഡ് ആയിക്കോട്ടെ അതൊക്കെ ഇങ്ങനെ ഉറങ്ങാനൊരു സുഖമുണ്ടല്ലോ. കാരണം അന്ന് കഷ്ടപ്പെട്ടല്ലോ, അന്നൊരു ബെഡില്ല മര്യാദക്കുള്ളത്.
എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, നമ്മൾ പല വീട്ടിൽ നിന്നും വേസ്റ്റ് കൊണ്ടുപോയി കളയൂലേ ഓരോ ഷീറ്റുകളൊക്കെ. ഇതൊക്കെ അമ്മ വൈകുന്നേരം അമ്മ ഹോസ്പിറ്റലിൽ ഓരോ ഷീറ്റൊക്കെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മൾ വീടിൻ്റെ സൈഡൊക്കെ അടക്കാൻ വേണ്ടിയിട്ടാണ്, ഈ പട്ടിയൊക്കെ വരുന്നതിന് അടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആലോചിച്ച് നോക്കണം ആ അവസ്ഥ. ആ ഒരു അത്രയും ഒരു എന്താ പറയാ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇത്ര 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു റൂമിലേക്ക് എത്തുന്ന ഒരു ജേണി ഇല്ലേ, അത് അത്ര എളുപ്പമായിരുന്നു? എളുപ്പമൊന്നുമല്ല, ഹാർഡ് വർക്കാണ്, കഷ്ടപ്പാടുണ്ട്, ഇപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആഗ്രഹം, ഞാൻ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ അച്ഛനമ്മയെ ഹാപ്പി ആക്കണമെന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോഴേക്കും ചിലപ്പം ഞാനോ അവരോ ഉണ്ടാവണമെന്നില്ല. ഇപ്പം കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാലും അവർ ഹാപ്പിയാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ സാധിച്ചു കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്ര കാലം, കാരണം ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമുക്ക് അവരോ അല്ലെ ആരെങ്കിലും ഇപ്പം ആര് മരിക്കും ആര് ജീവിക്കും നമുക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ട മിക്ക ആൾക്കാരും മരണത്തിന് ശേഷം വലിയൊരു 12x10 ഫോട്ടോ ഉണ്ടാക്കും. ഇവിടെ ഒരു മിന്നാമിൻ ലൈറ്റ് വെക്കും, നാട്ടുകാരെ വിളിച്ചിട്ട് സദ്യ, പിന്നെ പായസം, പിന്നെ അവിടെ ഇന്നില്ല കിസ പറയല് പരിപാടി നടത്തും. അതിന് ചെലവാക്കുന്നതിൻ്റെ 1% ജീവനോടുള്ള സമയത്ത് അവർ ചെലവാക്കിയിരുന്നെങ്കിൽ ചിലപ്പം ഒരു വർഷം കൂടെ ജീവിക്കുമായിരുന്നു. സത്യമാണ്. പ്രായം കൂടി വരുമ്പം അവരെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക, അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. കാരണം ഈ അടുത്തൊരു വാർത്ത കണ്ടു, 10 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് ഒരു മോന് വാങ്ങിക്കൊടുത്തിട്ട് ആ മോൻ പറഞ്ഞ് എനിക്കിത് ഒരു ആഡംബര കാറ് വേണം ഒരു 10-30 ലക്ഷത്തിന്റെ. എന്നിട്ട് ലാസ്റ്റ് ആ അച്ഛനെ എന്തോ അടിക്കാൻ പോയപ്പോൾ അച്ഛൻ കമ്പിപ്പാര എടുത്ത് മകനെ കൊല്ലേണ്ട ഒരവസ്ഥ വന്നുപോയി. അങ്ങനത്തെ ഒരു നാടാണിപ്പോൾ. ആ നാട്ടിൽ നിന്നാണ് എന്താ പറയാ 90s കിഡ്സിനാണോ കൂടുതൽ സ്നേഹം അച്ഛനമ്മമാരോട്? ഉണ്ട്, 90 കിഡ്സ് മാത്രമല്ല, നല്ല നമ്മളെ വളർത്തു ദോഷം എന്ന് പറയുന്നത് സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരുപാട്. നമ്മൾ ഫസ്റ്റ് ഒരു കുട്ടി ജനിച്ച് നടന്നു തുടങ്ങുമ്പം നമ്മളൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് വീട്ടിൽ പോകുമ്പോൾ ആ കുട്ടി ഒരു സോഫ ചവിട്ടി കയറുന്നുണ്ടെങ്കിൽ അവിടെ തടയണം നമ്മൾ. അവിടുത്തെ ഒരു കർട്ടൻ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ അപ്പം അടി കൊടുത്തിട്ട് മാറ്റി നിർത്തണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, മറ്റാൾ ഭക്ഷണം കഴിക്കുന്നതിൽ കണ്ടിട്ട് ആ ഭക്ഷണം എനിക്ക് വേണമെന്നൊരു വാശി പിടിക്കുന്ന കുട്ടികൾ അപ്പം അടിക്കണം. അങ്ങനെ തുടങ്ങിയാലേ നമ്മൾ ഈ നിൽക്കുന്ന ലെവലിൽ നമ്മൾ എത്തുന്നത് അവിടെ തുടങ്ങണം. ചൊട്ടയിലെ ശീലം ചുടല വരെ, അത് തുടക്കം. കാരണം എൻ്റെ അച്ഛൻ, ഞാനൊരു വീട്ടിലൊരു അച്ഛനൊരു വീട്ടിൽ പോയി, ഞാൻ അച്ഛൻ്റെ കൂടെ പോയി, ഞാൻ അവിടുത്തെ ടൈൽസിലോട്ട് ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ, കുട്ടികളല്ലേ ആ ചെറുതല്ലേ, ഇങ്ങനെ നടക്കുക, എന്നോട് പറഞ്ഞ് അടി കൊണ്ട് എനിക്ക് കാലിനപ്പം തന്നെ. എനിക്ക് പേടി അച്ഛനാ പണ്ട്. അപ്പം ആരും വന്നു കഴിഞ്ഞാൽ എണീറ്റ് നിൽക്കാൻ പറയും. വീട്ടിൽ ആര് വന്ന് എണീറ്റ് നിൽക്കണം. അത് അവരുടെ സ്ഥാനം നോക്കരുത്, അയാളുടെ ലുക്ക് നോക്കരുത്, അത് യാചകനായിക്കോട്ടെ. നമ്മളൊരു വീട്ടിൽ അപ്പം ചേട്ടൻ അന്ന് കയറി വന്നു, ഞാൻ ഇരുന്നിട്ടല്ല കൈ കൊടുത്തേ, ഞാൻ നിന്നിട്ടാണ് കൈ കൊടുത്തേ. അത് ബഹുമാനിക്കണം. ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും അവരവർ, നമ്മൾ ഇന്ന് നാളെ വന്ന വലിയ ആളായി ചെറുതെന്നല്ല, ഒരു വ്യക്തി നമ്മൾ ബഹുമാനിക്കേണ്ട സ്ഥലം എവിടെയാണ്. നമ്മൾ ഒരാൾക്ക് ഷെയ്ക്കൻ കൊടുക്കുമ്പോൾ ഇരുന്ന് ഷെയ്ക്കൻ കൊടുക്കരുത്, എഴുന്നേറ്റ് കൊടുക്കണം. നമ്മൾ കുനിഞ്ഞു കൊടുക്കണം അവരുടെ അടുത്ത്. നമ്മളോട് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കരുത്, എഴുന്നേറ്റ്. റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം വളരെ ഗുഡാണ്. നമുക്ക് വളർച്ച ഉണ്ടാവുക. നമ്മൾ സിനിമ ലൊക്കേഷനിൽ പോകുമ്പം നമുക്ക് ഭക്ഷണം തരുന്ന ആൾ മുതൽ ഡയറക്ടർ വരെ പ്രൊഡ്യൂസറുകളുണ്ടാവും. ആ പ്രൊഡ്യൂസർ കൊടുക്കുന്ന ആ കെയറിങ്ങും ആ ഒരു നമ്മൾ സ്നേഹമായിക്കോട്ടെ, നമ്മളെ റെസ്പെക്റ്റ് ആയിക്കോട്ടെ, അത് നമ്മൾ താഴെ എന്നല്ല ഫുഡ് കൊടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, യൂണിറ്റിൽ ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സ്ഥലം അതാണ്. പണ്ടൊക്കെ പറയും ഈ കാല് വെച്ച് ഇരിക്കരുത് എന്ന്. വീട്ടിൽ നിന്ന് ഇതുവരെ അങ്ങനെ ആരുടെയും മൂത്ത ആളുടെ മുന്നിൽ നിന്നൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പം കാലിനൊക്കെ അടി തരും, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ? എന്തെങ്കിലും അതെല്ലാം റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരെ ഇപ്പം എൻ്റെ വീട്ടിൽ നമ്മളിപ്പം ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പടത്തിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഡയറക്ടർ ഇവിടെ ഇരിക്കുകയാണ്, ഞാനിവിടെ ഇരിക്കും, ഞാൻ ഒരിക്കലും കാൽമക്കാരി ഇരിക്കാറില്ല. കാരണം എനിക്ക് കംഫർട്ടല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു ഒന്ന് താണിരിക്കാൻ എനിക്കിഷ്ടം. കാരണം അത് ബഹുമാനിക്കുമ്പോൾ അതൊരു ഫീലാണ്. അത് ഞാൻ അദ്ദേഹത്തിനെ പേടിച്ചുകൊണ്ടല്ല, എനിക്കതാണ് ഇഷ്ടം എൻ്റെ ഭാഗത്തുനിന്ന്. കാല് കയറ്റി വെക്കുന്നത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത്ര കംഫർട്ടാണ് ഇരിക്കുന്നത്. മൂത്തയാളുടെ മുന്നിൽ എനിക്കതിൽ വലിയതൊന്നുമില്ല, അതൊരു സൗകര്യമാണ്. അതിലുകൊണ്ട് ഒരാൾ മോശക്കാരനാണെന്നുണ്ടെങ്കിൽ പോട്ടെ നോക്കുക, അത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഹാപ്പിയാക്കി നമുക്ക് ജീവിക്കാനും പറ്റില്ല. ആരും ഞാനിപ്പം പോട്ടെ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറയുകയാണ്, ഒരു സിനിമയുടെ മീറ്റിംഗ് ഉണ്ട്, ഹലോ നിങ്ങളൊരു റൂം എടുക്കുകയാണെങ്കിൽ ഞാൻ വന്നിട്ട് നിങ്ങൾ ഞാൻ എന്തിനാണ് റൂം എടുക്കുന്നത്? ആള് ഒരു പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഒരു പടത്തിൻ്റെ പടത്തിൻ്റെ മീറ്റിംഗ് ആണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ഇറങ്ങും, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, രാവിലെ എത്തിയിട്ട് ഒരു റൂം എടുക്കുക, എന്നിട്ട് നമുക്ക് വൈകുന്നേരം വരെ സംസാരിക്കാം. എനിക്ക് വൈകുന്നേരം സംസാരിക്കാം, ആ സ്പോട്ടിൽ കൊടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. റെസ്റ്റ് എടുക്കേണ്ടി വരും. റെസ്റ്റ് എടുത്തോണ്ട് എല്ലാവരും ബഹുമാനിക്കാനും എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാനും നമുക്ക് ചില സാഹചര്യങ്ങളിൽ അത് വേണ്ട ആൾക്കാർക്ക് ചെയ്യണം. എല്ലാവരും ഹാപ്പിയാക്കി ജീവിക്കാൻ പറ്റില്ല. നമ്മളിപ്പം ഭിന്നാഭിപ്രായങ്ങളാണ്, എന്തിനുണ്ടാവും, എന്ത് കാര്യം ചെയ്യുമ്പോൾ ഭിന്നാഭിപ്രായം പറയും. അപ്പം പോസിറ്റീവ് മാത്രം കേട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ആരും ഉപദ്രവിക്കാതിരിക്കുക. അച്ഛനമ്മയും പറയുന്നതൊക്കെ കേൾക്കാറുണ്ടോ?
അല്ല അവർ എനിക്ക് ചെറുതിൽ തന്ന ബേസ് ഉണ്ടാവുമല്ലോ, ആ ബേസിൽ ഒന്നാണ് എനിക്ക് അടി കിട്ടിയ 2-3 കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മയുണ്ട്. വീട്ടിലേക്ക് ഒരാൾ വരുമ്പം നമ്മൾ കാല് കയറ്റിയേക്കല്ല, എണീറ്റില്ലെങ്കിൽ അച്ഛൻ നന്നായിട്ട് അടിക്കും. എനിക്ക് അവസാനമായിട്ട് അടി കിട്ടിയത് സിവിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്താണ്. ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞതിന് ശേഷം വീട്ടിൽ വരുത്തും കൂടുതൽ ഒരുമിച്ചായിരുന്നു. അന്ന് അച്ഛനെ തിരിച്ചടിക്കാൻ വേണ്ടി എൻ്റെ കൈ പൊങ്ങിയതാ. അപ്പൊ അമ്മേൻ്റെ അടുത്ത് കിട്ടി. കാരണം അടി കൊണ്ടുകൊണ്ട് എനിക്ക് മടുത്ത്, എന്തിനാന്ന് കിട്ടുന്നില്ല, കാര്യം പറയാണ്ട് അടിക്കുന്നേ. അപ്പൊ നമുക്ക് ആ പ്രഷറില്ല, ദേഷ്യം വന്നിട്ട് അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് അച്ഛനാന്ന് നോക്കൂല ആ സമയത്ത്, നമുക്ക് മേല് നോന്നിട്ട് അപ്പൊ അമ്മേൻ്റെ അടുത്തും കിട്ടി. അതോടുകൂടി അടി അച്ഛനും അവസാനിപ്പിച്ച് ഞാനും അവസാനിപ്പിച്ച്. എനിക്കൊന്നും പറയില്ല, അന്ന് വെച്ചാൽ അച്ഛന് ആരോഗ്യമുണ്ട്, കൊള്ളും ഇങ്ങനെ ഇത് കൊള്ളുക, വേറൊന്നുമില്ല. ചുറ്റിക്കളി ഇല്ലാണ്ടിക്കോ. ഞാനങ്ങനെ തീരെ മോശക്കാരനൊന്നല്ല. അത് ഞാൻ ആ കമന്റിന് റിയാക്ഷൻ പറഞ്ഞപ്പോ മനസ്സിലായി. ഇപ്പല്ല, പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, രസമല്ലേ അതൊക്കെ. ഇല്ലാന്ന് പറഞ്ഞ കള്ളായി പറയും. എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉള്ള മനുഷ്യൻ തന്നെ ഞാൻ. പ്രണയിക്കണം എന്ന ആഗ്രഹങ്ങളും പ്രേമവും പരിപാടി എല്ലാം ഉള്ള ആളാ ഞാൻ. പിന്നെ ഞാൻ മനുഷ്യൻ, പിന്നെ മനുഷ്യനാന്ന് പറയുമോ. എനിക്കൊരു പെണ്ണെ ആ സമയത്ത് സ്കൂൾ പഠിക്കുമ്പോ ഒരു പെണ്ണെ കാണാൻ പങ്കല്, പെണ്ണെ കണ്ട പ്രേമിക്കണം എന്നും എല്ലാ ആഗ്രഹം അങ്ങനെ നോക്കാറുണ്ട്, ചിരിക്കാറുണ്ട്, ഇതൊക്കെ ഉണ്ടാവും. ഇപ്പം പെൺകുട്ടികൾ വെറുതെ നോക്കോ? ഇപ്പം വേണ്ട, പേടിയാ. ഒന്നുമില്ല, ഒരു പരിപാടിക്കും ആരാധികരാന്ന് വന്നാൽ ആരാധിച്ചോ. അയ്യോ എനിക്ക് വേണ്ട മക്കളെ, അങ്ങനത്തെ ഒരു പരിപാടി വേണ്ട എനിക്ക്. ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചല്ലേ, നമ്മളുടെ ഒരു ഫെയിമോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ കണ്ട് അല്ല അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളെ ഇനി ഉണ്ടാവും. പണ്ട് ഞാനാണെങ്കിൽ ഞാൻ ഒന്നുമല്ല, ഇപ്പൊ നാളെ ചിലപ്പോ എന്തെങ്കിലും ആയേക്കാം. ഇപ്പൊ വലിയ സംഭവം ഒന്നുമില്ല കേട്ടോ. അല്ല ഇപ്പൊ എന്തായാലും ആയല്ലോ, എത്രയോ ആൾക്കാര് എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളോട് ഇപ്പം ഒരു ബന്ധമില്ല. ഒരു കോഫി കുടിക്കാൻ പോലും, ചായ കുടിക്കാൻ പോലും, ഫോൺ എടുക്കാൻ പോലും ഞാൻ നിൽക്കാറില്ല വെച്ചാൽ വയ്യ. എന്തിനാ വെറുതെ, ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ പോയിട്ട് വേറെ ആളുടെ കാര്യങ്ങൾ കേൾക്കാനോ, കേൾവിക്കാരനാവാനും താല്പര്യമില്ല, ഒന്നിനും വയ്യ. ഇപ്പം നല്ലൊരു കേൾവിക്കാരനല്ലേ, ആരുടെ കേൾക്കണ്ടേ ഞാൻ. ഞാൻ ഇപ്പൊ കേൾക്കാറില്ല. ഞാൻ വിഷമം പറയാനുള്ള സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കാറില്ല. അങ്ങനെയുള്ള ഇപ്പം ഇവിടുന്ന് ഇപ്പൊ ഒരു വിഷമം പറഞ്ഞോ, ഞാൻ കേൾക്കാം. പക്ഷെ ഞാൻ വിഷമം പറയാൻ വേണ്ടി ഒരു ടൈമും ഡേറ്റും കൊടുത്ത് ഞാൻ പോയി കാണാറില്ല. അയ്യോ എനിക്കൊരു വിഷമം പറയാനുണ്ട്, വരുമോ? ഞാൻ ഇല്ല, വരില്ല. ഒന്ന് കേക്കോ കുറച്ചു നേരം എന്ന് പറഞ്ഞിട്ട്. ഇല്ല, എന്തിനാ ഞാൻ വിഷമം കേട്ട എന്ത് ചെയ്യാൻ? മോട്ടിവേഷണൽ സ്പീക്കർ അല്ലേ. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ആഴ്ചക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും, അതിനുള്ളതൊക്കെ കേട്ടോളാം. അത് എല്ലാവർക്കും കൂടിയുള്ളതാണ്. നാളെ പറയും അത് ചെയ്തു ഇത് ചെയ്തു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കണ്ടേ. എനിക്ക് വയ്യ, ഇനി അതും കൂടിയേ കിട്ടാൻ ബാക്കിയുള്ളൂ. അതെ, അത് ശരിയാ. പിന്നെ നേരത്തെ ഈ കാറിന്റെ ഒരു കേസ് പറഞ്ഞല്ലോ, അത് ശരിക്കും ദിലീപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരിക്കൽ എന്താ പറയാ, ഇവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട് കാറിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ആ കാറിൽ തന്നെ പിന്നെ അവരെന്റെ ബാഗൊക്കെ എടുത്ത് എനിക്ക് കൊണ്ടുതരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. ശരിക്കും അങ്ങനത്തെ ഒരു ലൈഫ് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ, ഇങ്ങനെ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഇങ്ങനെ വന്നവർക്ക്. അതറിയാം, അത് നല്ലതാ ഒരു കണക്കിന്. എന്നെ ഇൻസൾട്ട് ചെയ്ത ആൾക്കാരൊക്കെ ആ ഇൻസൾട്ടിങ് കംപ്ലീറ്റ് ഞാൻ എനർജി ആയിട്ട് മാറ്റിയിട്ടുള്ളൂ. കാരണം ഉള്ളിലുണ്ട് സത്യം. ചെറിയ കാര്യങ്ങൾ പോലും ഇന്നും എനിക്ക് ഈ ലൊക്കേഷനിൽ ഒരു മുട്ട കൂടുതൽ എടുത്തതിന് പ്രശ്നം ഉണ്ടാക്കിയ ആളുണ്ട്. മുട്ടയില്ലേ, കാരണം എനിക്ക് വിശപ്പുണ്ട്, അപ്പം അതിന് പ്രശ്നം ഉണ്ടാക്കി എൻ്റെ കൈ പിടിച്ച് വെച്ച ആൾക്കാരുണ്ട്. ലൊക്കേഷൻ ഫുഡ് തരുന്ന സമയത്ത് നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പം കാപ്സൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് 1-2 മുട്ട, ചിക്കൻ്റെ കറിയിലെ പീസ്, പിന്നെ കുറച്ച് ഈ പറഞ്ഞ സാലഡൊക്കെ എടുക്കുമല്ലോ. അപ്പം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കൈ പിടിച്ച് വെച്ച ആളുണ്ട്. അപ്പം ഞാൻ ഇന്നും മറന്നിട്ടില്ല, അത് 5-6 വർഷമായി മറന്നിട്ടില്ല. അങ്ങനെ ഒരു ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻസൾട്ടിന് നമ്മൾ ഇൻസൾട്ട് കൊണ്ട് വിഷമിച്ചിരുന്ന കാര്യം. ഇൻസൾട്ടിന് എനർജി ആക്കും, നാളെ ആ ദിവസത്തിന് തിരിച്ചടിക്കാനുണ്ട്. നാളെ അവർക്ക് നമ്മൾ എടുത്തു കൊടുക്കേണ്ട ഒരു ഇത്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, നിനക്കൊക്കെ സ്വന്തമായിട്ട് സിനിമ ചെയ്തിട്ട് സ്വന്തമായിട്ട് തന്നെ സിനിമ എനിക്കുള്ള സിനിമ നീ തന്നെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. തമാശ പറഞ്ഞതാണെങ്കിലും പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് സൂരജ് സൺ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നമ്മുടെ ഇതൊക്കെ ഇറക്കിയത്. അപ്പം അതൊരു 6-7 വർഷമായിട്ട് ആ പേരിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ലേ നാളെ സംഭവിക്കും. ഒരു സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും ഇറക്കാനൊക്കെ പറ്റും, അഭിനയിക്കാനും പറ്റും. അതിൽ നിന്ന് എനിക്ക് വലിയ പേടിയും തോന്നുന്നില്ല. കാരണം അത് സംഭവിക്കുന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കും, ഉറപ്പാണ്. തിയേറ്ററിൽ ഇന്നലെ ഒരു പടം കാണാൻ പോയപ്പോൾ
തിയേറ്ററിൽ ഇങ്ങനെ പോയി സ്ക്രീനിൽ നോക്കുമ്പോൾ ഞാൻ വേറൊരു പടത്തിൻ്റെ പ്രൊഡ്യൂസറുടെ ഇത് വരുമല്ലോ, ഡീറ്റെയിൽസ് വരുമല്ലോ. അപ്പം ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യാണ് എൻ്റെ ശ്രീദർശൻ റോഷൻ. അത് സംഭവിച്ചിരിക്കും, ഉറപ്പായിട്ട് സംഭവിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു ഇന്റർവ്യൂ എടുക്കുകയും ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചോ. അതിന് മുന്നേ എനിക്ക് അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടി ഒന്ന് എടുക്കണം. എടുക്കാം, അച്ഛനമ്മ. പക്ഷെ അച്ഛൻ സംസാരിക്കുന്നത് മനസ്സിലാവില്ല, ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് കണ്ടാലും മതി, എന്തേലും അമ്മ പറഞ്ഞാൽ മതി. ഈശ്വര വിശ്വാസിയാണോ? കണ്ണൂരാണ്, കണ്ണൂരിലെ രാഷ്ട്രീയമൊക്കെ ഉണ്ടോ അതോ ദൈവവിശ്വാസമാണോ? രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഫോട്ടോഗ്രാഫറായിരുന്നു. അത് പലർക്കും അറിയില്ലോ എന്നറിയില്ല. ഞാൻ ഫോട്ടോഗ്രാഫറായിരുന്നു. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യായിരുന്നു, സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. പിന്നെ കൊച്ചിയിൽ വന്നിട്ട് ഫാഷൻ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്തു. നടിമാരുടെ ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 2025-24 കാലഘട്ടത്തിൽ. അപ്പോൾ 2025 സോറി 2014-15 അല്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് വെച്ചാൽ എല്ലാ പാർട്ടിക്കാരുടെയും പരിപാടിക്ക് ഞാൻ ഫോട്ടോ എടുക്കാൻ പോകാറുണ്ട്. നമ്മുടെ നാട് അറിയാലോ, കണ്ണൂര്. എല്ലാ പാർട്ടിക്കാരുമായിട്ട് നല്ല ബന്ധം. പാനൂരൊക്കെ CPM കോട്ടയാണല്ലോ. അതെ, നല്ല സുഹൃത്തുക്കള്, എല്ലാവരും നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാവരുമായിട്ടും നല്ല ബന്ധം ഇപ്പോഴും ഉണ്ട്. നമുക്ക് വ്യക്തിപരമായിട്ട് എല്ലാ പാർട്ടിയിലും നല്ല ബന്ധങ്ങളുണ്ട് വ്യക്തിപരമായിട്ട്. ഇതൊരു പാർട്ടിയൊന്നും വ്യക്തമാക്കിയിട്ടില്ല എവിടെയും ആശയങ്ങളൊന്നും. ആശയങ്ങളൊന്നുമില്ല. ഞാൻ സത്യം പറയാം, പാർട്ടിനേക്കാൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് ജനങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യമായിരിക്കണം. ജനങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം ആര് ചെയ്താലും. ജനങ്ങളെന്ന് വെച്ചാൽ എന്താ, ഇവരൊക്കെ വളർത്തുന്ന ജനങ്ങളല്ലേ. അവർക്ക് ദോഷങ്ങളും ദാരിദ്ര്യങ്ങളും പ്രശ്നങ്ങളും ആണെങ്കിൽ അത് ഏത് പാർട്ടി ഭരിച്ചാലും പ്രശ്നം തന്നെയാണ്. ജനങ്ങൾ കെയർ ചെയ്യണം. ആ ജനത്തിന്റെ കൂട്ടത്തിൽ ഒരാളല്ലേ ഞാനും. പച്ചക്ക് പറയുകയാണെങ്കിൽ കക്കൂസ് ഇങ്ങനെ തന്നെ അതിൽ എഴുതുക, പഞ്ചായത്തിൽ കക്കൂസ് പണിയാൻ അപേക്ഷ ക്ഷണിക്കുന്നു. ടോയ്ലറ്റ് ഒന്നും അല്ല എഴുതുക, കക്കൂസ് എന്ന് എഴുതുക. നമ്മളെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ സഞ്ജയ്ക എന്ന് പറഞ്ഞ സ്കൂളിൽ ഉണ്ട്, സഞ്ജയ്ക എന്ന് പറയും. പണ്ട് കുട്ടികൾ പൈസ ഇട്ട് വെക്കുന്ന അതിൻ്റെ അന്ന് 780 രൂപ എൻ്റെ ഉണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് കക്കൂസിന് ഡോർ വെച്ച്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് പോലെ വ്യക്തികളിൽ എനിക്ക് ഈ പാർട്ടിയിൽ അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷെ നല്ലത് ചെയ്യുന്നത് ആരായാലും ഏത് പാർട്ടിയാണെങ്കിലും അതിനെ ഞാൻ ക്ലാപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും നാളൊരു പാർട്ടിയിൽ വിശ്വസിച്ചപ്പം പെട്ടെന്ന് വേറൊരു പാർട്ടി പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഈ സുഹൃത്തുക്കൾ തന്നെ നമുക്കെതിരെ. അയ്യോ, അങ്ങനത്തെ ഒരു പാർട്ടിയിൽ ഞാൻ മെമ്പർ അല്ല. ഒരു പാർട്ടിയിൽ മെമ്പറല്ല. ഒരു പാർട്ടിന്റെ കൂടി ഞാൻ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് എന്ത് വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പോയാലും ജീവൻ പോകലുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതൊന്നും ഞാൻ ഭയപ്പെടുന്നുമില്ല. പക്ഷെ എനിക്ക് ആരോടും മത്സരിക്കാൻ താല്പര്യമില്ല, ആരോടത്തും ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ആരോടത്തും തെറ്റ് കണ്ടാൽ ഇപ്പം എൻ്റെ ഭാഗത്തും തെറ്റുണ്ടാവുമല്ലോ, തെറ്റ് ശരി. അപ്പം എല്ലാവരോടും നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ സിനിമ കാണാൻ ഇന്നേ പാർട്ടിക്കാരെ വരൂ എന്നൊന്നുമില്ല. എല്ലാ പാർട്ടിക്കാരും ഒരു പാർട്ടിയിലായി കഴിഞ്ഞാല് പിന്നെ ചിലര് ആ സിനിമ കാണാൻ വരില്ല. അങ്ങനെ പല സിനിമകളും ഇപ്പൊ അഖിൽമാരാരുടെ സിനിമയൊക്കെ കണ്ണൂരൊക്കെ നിരോധിച്ചായിരുന്നു. എന്ന് വെച്ചാൽ അഖിൽമാരാറൊന്നും CPM-നെതിരെ പറയുന്നത് കൊണ്ട് അവിടുത്തെ തിയേറ്ററുകളിലൊന്നും കളിച്ചില്ലായിരുന്നു. അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ എൻ്റെ സിനിമ ഇറങ്ങുമ്പം ഇപ്പം BJP ആണെങ്കിൽ അവരുടെ ആൾക്കാരായിട്ട് ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്. CPM-ലെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരുടെ അടുത്ത് ഞാൻ പറയും പടം കാണുന്നവർ. പിന്നെ ലീഗിലാണെങ്കിലും അവരെൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം പടം കണ്ടിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ പേഴ്സണൽ ബന്ധങ്ങളാണ് അവരുമായിട്ട് എല്ലാവരുമായിട്ട്. അപ്പം എനിക്ക് പാർട്ടിൻ്റെ പദത്തിൽ അവരെ മാറ്റി നിർത്താനും പറ്റില്ല. എന്ന് വെച്ചിട്ട് ഒരു കൊടിയുടെ കൈ കെട്ടാത്ത പരിപാടി. കോളേജിൽ നിന്ന് പോലും പിടിച്ചിട്ടില്ലേ കൊടി? ഞാൻ സ്കൗട്ടായിരുന്നു സ്കൂള്. അപ്പം SFI, ABVP, പിന്നെ RSS, എന്താ പറയാ, ABVP. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് നിന്നൂടാ അന്ന്. അതൊരു പക്ഷെ ഞാൻ അഭിനയിച്ച സിനിമയിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കേട്ടോ. വടക്കൻ പ്രണയപർവ്വത്തിൽ സ്കൂൾ പഠിക്കുമ്പോൾ കുറച്ച് ആവേശമൊക്കെ ഉള്ള, കുറച്ച് രക്തത്തിളപ്പൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പൊ കണ്ണൂർ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? കണ്ണൂരിലെ മനുഷ്യന്മാരുടെ നല്ല സ്നേഹമാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ കണ്ണൂരിലെ ഏറ്റവും ഇഷ്ടം എന്താണ്? എൻ്റെ വീടും എൻ്റെ വീട്ടുകാരും ചുറ്റുപാടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയി നിൽക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ? പിന്നെ എപ്പോഴും അവിടെ തന്നെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് മാറി നിന്നല്ലേ പറ്റൂ, അതുകൊണ്ടാ. പിന്നെ കണ്ണൂര് കാണാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട്, അവിടെ നിന്ന് എപ്പോഴും ബിസിയാ. എനിക്ക് ഏറ്റവും ഇഷ്ടം പറശ്ശിനിക്കടവ് പോയിരിക്കാനാ. നമ്മളെ മുത്തപ്പൻ ഉണ്ടല്ലോ, ജാതി മത രാഷ്ട്രീയം ഇല്ലാതെ എല്ലാരും ചേർത്ത് പിടിക്കുന്ന മുത്തപ്പൻ. അവിടെ പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളില്ലേ. ഒരു എന്താ പറയാ, ഡോഗ് ഒരു അമ്പലത്തിന്റെ ഉള്ളിലുള്ളത് ആകെ നമ്മുടെ മുത്തപ്പന്റെ അവിടെയേ ഉള്ളൂ. അതാണ്. പക്ഷെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം പയറും തേങ്ങാക്കൊത്തും ഒരു ചായയും. പിന്നെ അവിടെ ഹോട്ടലിൽ ബിരിയാണിയും കിട്ടും.
പുറത്ത് മറ്റുള്ള അമ്പലങ്ങളില് നോൺ വെജ് നിരോധന മേഖലയല്ലേ, ഇവിടെ നോൺ വെജും കഴിക്കാം. പിന്നെ മുള്ളനുണ്ടാവും, പിന്നെ ഇതിന്റെ അകത്ത് പയറിന്റെ അകത്ത്. അത് അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് ആ ക്ഷേത്രം വെച്ചാൽ ഒന്നാമത് എല്ലാവർക്കും ഒരുപോലെ പോകാൻ പറ്റിയ ക്ഷേത്രങ്ങളാണ് ഞാൻ അംഗീകരിക്കുന്നത്. കാരണം ഈ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ക്ഷേത്രങ്ങളോട് അത് അവിടുത്തെ ആചാരം അങ്ങനെ ആയിരിക്കാം, പക്ഷെ എനിക്ക് അത്ര, എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് എല്ലാവരും ഒരുപോലെ കാണണം. എല്ലാ അതുപോലെ വെളുമ്പത്ത് പള്ളി എന്നൊരു പള്ളിയുണ്ട്, അവിടെ നമ്മൾ പൈസ ഇടാറുണ്ട്. അതുപോലെ പോകുമ്പോൾ പൈസ ഇടാറുണ്ട് ഞാൻ. അപ്പം അവിടെ അങ്ങനെയാണ്, നമ്മളെല്ലാം മനുഷ്യരല്ലേ. അപ്പം എനിക്ക് ആ വേർതിരിവിനോട് താല്പര്യമില്ല. മാറ്റി നിർത്തൽ പരിപാടി, ജാതി മത രാഷ്ട്രീയം പറഞ്ഞില്ല മാറ്റി നിർത്തലിനോട് ഞാൻ യോജിക്കുന്നില്ല. അതെന്റെ പേഴ്സണൽ അഭിപ്രായം. എൻ്റെ അച്ഛൻ അതാണ് നല്ലത്. അച്ഛൻ അവിടെ പൈസ ഇടുന്ന ഞാൻ കണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്തത് ഒരു മുസ്ലിം ഫാമിലിയിലാണ്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അമ്മ വർക്ക് ചെയ്തത് ഒരു മുസ്ലിം കുഞ്ഞമ്മ ഡോക്ടർ അടുത്താണ്. 40-45 വർഷം ഹോസ്പിറ്റലിൽ. എൻ്റെ അച്ഛൻ അബ്ദുള്ളാജി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വണ്ടിയിലെ ഡ്രൈവറായിരുന്നു 10-40 വർഷം. ഇവരുടെ പൈസ കൊണ്ടല്ലേ ഞാൻ ജീവിച്ചത്. ആ പൈസയിൽ എൻ്റെ വയറ്റിൽ പോയി. അവിടുത്തെ ബിരിയാണി, പിന്നെ ഈ പറഞ്ഞ നോമ്പിനുള്ള ഫുഡും ഇതൊക്കെയാണ് എൻ്റെ വയറ്റിലെത്തിയത്. അതുപോലെ എൻ്റെ വീട്ടിലെ ഓണത്തിൻ്റെ സദ്യ എൻ്റെ സുഹൃത്തായ നൗഷാദിന് അവരൊക്കെ പൈസ അങ്ങനെ. അപ്പം നമ്മൾ ഇപ്പോഴും ബന്ധമുണ്ട്. അതെ, ശരിയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഈ നോമ്പിന്റെ സമയത്ത് എൻ്റെ വീടും മൊത്തം മുസ്ലിംസ് വീടിന്റെ നടുക്ക. അപ്പൊ എപ്പോഴും അവര് കൊണ്ടുതരും, നമ്മൾ അങ്ങും കൊടുക്കും. നല്ലൊരു മതസൗഹാർദ്ദമാണ്. പൊളിക്കാൻ ആര് ശ്രമിച്ചാലും നമ്മൾ അനുവദിക്കുന്നതല്ല. അതെ, കണ്ണൂർ എല്ലാരും പറയും എന്താ പറയാ, കൊലയൊക്കെയാണ്, അത് അത്ര മതസൗഹാർദ്ദം ഇല്ല എന്നൊക്കെ. പക്ഷെ അവിടെ എല്ലാരും ഒന്നാണ്. മതങ്ങളും രാഷ്ട്രീയങ്ങളെയും തമ്മിലടുപ്പിച്ച് രസിക്കുന്ന ആൾക്കാരുടെ കണ്ണികളാവാതിരിക്കുക, അത്രേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം വ്യക്തിപരമായിട്ട് ആർക്കും ആരോടും ദേഷ്യമില്ല, ഉണ്ടാക്കുന്നതല്ലേ. എന്തിനാണെങ്കിൽ ഈ പറഞ്ഞ ഈ മതങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നതും രാഷ്ട്രീയങ്ങളും അടി ഉണ്ടാക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരിക്കാം, ഒരു വ്യക്തിയുടെ കാര്യമായിരിക്കാം ചിലപ്പോൾ. അതങ്ങനെ അതിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ കണ്ണിലൂടെ ഇതുവരെ രാഷ്ട്രീയവും പിന്നെ താഴ്ന്ന ജാതി ഉയർന്ന ജാതി അങ്ങനെയൊന്നും ഞാൻ കാണുമില്ല, നോക്കുമില്ല. അതങ്ങനെ നോക്കുന്ന ആളെ ഞാൻ മാറ്റി നിർത്തുകയും ചെയ്യും. നോക്കിയ ആൾക്കാരുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ എൻ്റെ കോണ്ടാക്റ്റിലില്ല, ഉണ്ടാവില്ല. ഈ പഠിച്ചു കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഗൾഫിലൊക്കെ പോയി ജോലി നോക്കാൻ വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പോയിട്ടില്ല. ഇങ്ങനെ നടനാവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പോവാതിരുന്നത്? അല്ലെ വീട്ടുകാരെ നോക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണോ? ഞാൻ SLC പാസ്സാവില്ലെന്നല്ല വീട്ടുകാർ വിചാരിച്ച്. പാസ്സാകാത്ത ഒരാൾ എന്തായാലും ഗൾഫിൽ പോകില്ല എന്ന് അവർക്ക് ആദ്യം അറിയായിരുന്നു. അവരുടെ കോൺസെപ്റ്റ് അതാണല്ലോ, തമാശക്ക് പറഞ്ഞാണെങ്കിൽ. പക്ഷെ എനിക്ക് ഗൾഫിൽ പോകാതെ ഏറ്റവും വലിയ കാരണം ഗൾഫിൽ പോയ ആൾക്കാരൊക്കെ മുടി കൊഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ പോവാതെ ഗൾഫിലേക്ക്. ഇപ്പം പോയി വന്നല്ലാതെ, ഞാൻ പോവാറുണ്ട് വരാറുണ്ട് എന്നല്ലാതെ സ്ഥിരതാമസത്തിന് മുടി കൊഴിഞ്ഞു എന്ന് പഠിച്ചിട്ട് അതാ ഒന്ന്. പിന്നെ എനിക്ക് പേടിയാ, എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഉള്ള അവിടെയൊക്കെ നിൽക്കാൻ ഇഷ്ടം. പിന്നെ ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പം അവരെ വിളിക്കും, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടാനും അവരൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ അവിടെ നിൽക്കാനൊക്കെ പറ്റണ്ടേ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ചിലപ്പം സാഹചര്യം കൊണ്ട് ഇതൊക്കെ മിസ് ചെയ്തിട്ടില്ല അവിടെ പ്രവാസികൾ ജീവിക്കുന്നത്. എന്തൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയുടെ ജന്മം മുതൽ ആ കുട്ടി ഒരു പ്രായമാകുന്നവരെ അവർ കാണുന്നില്ല. പ്രായമാകുമ്പോൾ കുറെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൊണ്ട് ഇങ്ങോട്ട് വരും. പ്രായമാകുമ്പോൾ എല്ലാം വിട്ട് സെറ്റിൽ ആവും. എനിക്കും ജീവിക്കണം, അതിൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ജീവിപ്പിക്കണം. അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും ജീവിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുക്കാൻ ഞാൻ തയ്യാറില്ല. എനിക്ക് എൻ്റെ ലൈഫും കൂടെ ഞാൻ നോക്കും. എനിക്ക് ഒരാഴ്ചയേ ഉള്ളൂ, അടുത്ത ജന്മം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ എൻ്റെ സന്തോഷം കൂടെ നോക്കിയിട്ട് ഞാൻ എല്ലാവരും ഹാപ്പി ആക്കണം. അത് പറ്റുന്നുണ്ട്. ഇപ്പം ഹൃദയമാണ് ഈ പാടാത്ത ഭയങ്കര സീരിയലിൽ വന്നത്. അതിനുശേഷം സിനിമയിൽ വരുന്നത് ഹൃദയത്തിലാണ്. എന്താ പറയാ, കല്യാണ ചെക്കനായിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നല്ലോ ആദ്യം റിയൽ ലൈഫിൽ. അതിലൊരു കല്യാണ ചെക്കൻ. എങ്ങനെയായിരുന്നു ഹൃദയത്തിലേക്ക് വരുന്നത്? ഹൃദയത്തിലേക്ക് വരുന്നത് വെച്ചാൽ അത് മെരിലാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ആയിരുന്നു പാടാത്ത ഭയങ്കര സീരിയൽ. അപ്പം അതേ പ്രൊഡക്ഷൻ്റെ ആണ് ഹൃദയം. അപ്പം ഞാൻ സീരിയലിൽ ജോയിൻ ചെയ്യുമ്പോൾ ഹൃദയം ഓൾറെഡി ഷൂട്ടൊക്കെ തുടങ്ങി വെച്ച പടമാണ്. അപ്പം അവിടുന്ന് ലൊക്കേഷനിൽ നമ്മൾ കാണാൻ പോകും. ലൊക്കേഷൻ നമ്മുടെ പടത്തിലെ സീരിയലിലെ ഹീറോ ആണല്ലോ ഞാൻ. അപ്പോൾ നമ്മുടെ പടം നടക്കുന്നുണ്ട് കൊച്ചിയിൽ. ആ സമയത്ത് അമരവിള എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അതിൻ്റെ താർട്ടിന് വർക്ക് ചെയ്ത്. അപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോൾ ലൊക്കേഷനിൽ വന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് നമ്മൾ ഇവിടുന്ന് സംസാരിച്ചു. അങ്ങനെ വിനീതേട്ടനോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഒരു മൂവിയിൽ ഐശ്വര്യത്തോടെ മുഖം കാണിക്കണമെന്നുണ്ടായിരുന്നു. വിനീതേട്ടനോട് സംസാരിച്ചു. അപ്പം വിനീതേട്ടൻ പറഞ്ഞു ഇതിലത് ഇല്ല, റോഡും എല്ലാം കഴിഞ്ഞു, ഒന്നുമില്ല. അപ്പം ഒരു സപ്പോർട്ടിങ് ആക്ടറിന് വെച്ചാൽ, ജൂനിയർ ആർട്ടിസ്റ്റിന് വെച്ചാൽ ഒരു സീൻ മാത്രമേ ഉള്ളൂ, വേറെ എല്ലാം ഓൾറെഡി എല്ലാം കഴിഞ്ഞു. ഞാൻ അതെനിക്ക് തരുമെന്ന് വെച്ചു. അപ്പം അവിടുന്ന് പറഞ്ഞു ആ സീന് ഒന്നുമില്ല, സൂര്യന് തരാൻ പറ്റിയതെല്ലാം തന്നെ പറഞ്ഞു. കാരണം നമ്മളൊരു ഇതിൽ നിൽക്കുകയാണല്ലോ, ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 42 ആയിരുന്നു ഷർട്ടിൻ്റെ സൈസ് ആ സമയത്ത്. ആ പറഞ്ഞ ആൾക്ക് ആ ഷർട്ട് അങ്ങനെ വേറെ ആക്കി വെച്ച സാധനം എടുത്ത് ഞാൻ ഇട്ട് അന്ന് ആ സീൻ ചെയ്തു, ഒറ്റ സീന്. പക്ഷെ അന്ന് വിനീതേട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 ക്ലോസ് വെച്ചു.
അതെ, 2 ടൈപ്പ് ക്ലോസ് വെച്ചായിരുന്നു, മുഖം മര്യാദയ്ക്ക് മനസ്സിലായി. ക്ലോസും വെച്ചു. പ്രണവും അജു വർഗീസും ആയിട്ടുള്ള ആ ഒരു കോംബോ സീൻസിന്റെ ഒരു ചെറിയ പോർഷൻസ് എന്തോ ഭാഗ്യം കൊണ്ട് ആ കട്ടിങ്സ് വൈറലായി. ഫോട്ടോഗ്രാഫർമാരൊക്കെ എടുത്ത് അത് വൈറലായി. അത് ഫോട്ടോ എടുക്കുന്ന എന്നൊക്കെ പറഞ്ഞില്ലേ, നല്ല രസമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഒരു സിനിമയില് 24 സെക്കൻഡേ ഞാനുള്ളൂ, പക്ഷെ അത് ജനങ്ങൾ കണ്ടു. അതെ, അപ്പം നല്ല സിനിമയുടെ ചെറിയ ഭാഗമായാലും ആൾക്കാർ നമ്മൾ തിരിച്ചറിയും. അതാ കോമഡിയും കൂടി ആയതുകൊണ്ടാണ് അജു വർഗീസ് മാറി നിക്കടി എന്നൊക്കെ പറഞ്ഞു. അതില് ഞാൻ പ്രണവന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക, ഞാനിങ്ങനെ ആ സംഭവം ഉണ്ടല്ലോ, അത് പ്ലേ ആണ്, ഒറ്റ പ്ലേ ആണ്, ഒറ്റ ടേക്ക് തീർന്ന സംഭവം അത്. അതാണ് എൻ്റെ തുടക്കം. പിന്നെ ഷാജുൻ കരിയൽ സാറിന്റെ മൃദുഭാവേദ ഹീറോ ആയിട്ട് ഉള്ള മൂവി, ഗംഭീര. സണ്ണി ലിയോണൊക്കെ, ആ സണ്ണി ലിയോണിന്റെ പാട്ടിലൊക്കെ. എന്നാൽ ആദ്യത്തെ മൂവി തന്നെ സണ്ണി ലിയോണിന്റെ കൂടെയൊക്കെ അഭിനയിച്ചില്ലേ പാട്ടൊക്കെ. അത് ഇറങ്ങുന്ന സമയത്ത് വേറെ ലെവലിലേക്ക് ചരിത്രം മാറ്റിയിരുന്ന രീതിയിലേക്കൊക്കെ പോകുന്നു വിചാരിച്ചിട്ടുണ്ട്. ഭയങ്കര സംഭവമായി മാറുന്നു. കാരണം അവരൊക്കെ ആയിരുന്നു പ്രൊമോഷൻ ചെയ്തത്. സണ്ണി ലിയോണിന്റെ പേജിലൊക്കെ ഇപ്പോഴും നോക്കിയാൽ മതി, നമ്മുടെ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ വെച്ചിട്ട് അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അങ്ങനെ ഇത്രയും ആഗ്രഹിച്ചിട്ട് അത്ര ഒരു ഇതിൽ എത്താതിരിക്കുമ്പോൾ ഭയങ്കര ഒരു പെയിൻ ഉണ്ടാവുമല്ലോ ഉള്ളില്. അല്ല, അത് സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പല നല്ല സിനിമകളും ചിലപ്പം ഹിറ്റാവാതെ പോകാറുണ്ട്. ഓരോരുത്തരുടെ ജോണർ ഉണ്ടാവില്ല. ഇപ്പം ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇപ്പം കോടികൾ ചിലവാക്കിയ പടങ്ങൾ പോലും ചിലപ്പം ഇതായി പോകുന്നില്ല. ചില കണ്ടന്റാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല സ്ക്രിപ്റ്റ്, നല്ല സ്റ്റോറി ആണെങ്കിൽ അതിൽ പുതിയ ആൾക്കാരാണെങ്കിലും അഭിനയിക്കുന്ന ആരാണെങ്കിലും ആ പടം ജനങ്ങൾ അംഗീകരിക്കും. അപ്പം ആൾക്കാരുടെ മെന്റാലിറ്റി മാറി. ഇപ്പം വലിയ സ്റ്റാർസ് വേണമെന്നൊന്നും ഇല്ല. അങ്ങനെയാണല്ലോ എല്ലാവരും വളർന്നു വരുന്നത്. അപ്പോൾ അതിലാണ് ആ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റാണ്. സണ്ണി ലിയോണിന്റെ കൂടെയുള്ള മുംബൈയില് അവരുടെ കൂടെ ഞാൻ ആ സമയത്ത് ഷൂട്ടിന് പോകുമ്പോൾ നമ്മൾ ഒരുമിച്ചാണല്ലോ, അപ്പൊ കുറെ സീൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആ സീനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ എന്റെ കൈ പിടിച്ചിട്ട് കുറെ ആൾക്കാർ കൈ ഒന്ന് തരുമോ, സണ്ണി ലിയോണിന്റെ തൊട്ട കൈ ഒന്ന് തരുമോ. എന്നാലും ഒരുപാട് പേര് ആരാധിക്കുന്ന ഒരു ആളാണ്, നല്ല പേഴ്സണാലിറ്റി. അങ്ങനെ ഒരാള്, കാരണം ജാടയോ ഒന്നുമില്ല. എന്നെ പോലത്തെ ഒരു പുതുമുഖത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു ഇത്ര അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ സീൻ ചെയ്യുന്ന സമയത്ത് എന്റെ മുഖത്ത് ഇവിടുന്നൊക്കെ അല്ലേ കൂൾ 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 ആ കൂൾ കൂൾ. കാരണം അവർക്ക് സംഭവം, അവർക്ക് ഈ പണി കഴിഞ്ഞാൽ അവർക്ക് പോണ്ടേ. എന്നെ കൂളൊക്കെ ഞാനാണ് ഇവര് മുന്നിൽ വന്ന് ഇങ്ങനെ മുഖത്തോടെ മുഖം നോക്കുമ്പോ എനിക്ക് കൈയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഇവിടുന്നൊക്കെ എന്റെ രോമാഞ്ചമാണോ? രോമാഞ്ചല്ല, നമ്മൾ സിനിമയിലല്ലേ അവരെ കണ്ടിട്ടുള്ളൂ. സിനിമയിലാണോ? അവരുടെ ഏത് സിനിമയാ കണ്ടേ? അതുകൊണ്ട് അവരെ നേരിട്ട് കാണാൻ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ സണ്ണി ഇത്രയും നാള് നമ്മളിങ്ങനെയൊക്കെ കണ്ടിട്ട് അവരെ ഫോണിലല്ലേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. എങ്ങനെയാണ് സണ്ണി ലിയോൺ? അതുപോലെ തന്നെയാണോ? അതുപോലെ തന്നെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനൊക്കെ. മുംബൈയിലൊക്കെ ഷൂട്ടിന് പോകുമ്പോ നമ്മുടെ ഫസ്റ്റ് പടത്തില് കുറച്ച് ഭാഗത്തൊക്കെ വന്ന ആൾക്കാരുണ്ടാവില്ലേ, അവര് പറഞ്ഞു നമ്മള് വേഷം മാറിയിട്ട് ഈ സീനിൽ വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സാറിന്റെ അടുത്ത്. പണ്ട് ഷെക്കിയിലെ കാണാൻ വേണ്ടി നമ്മുടെ ആ സിനിമയില് ചോട്ടാ മുംബൈയില് വരൂലേ ആൾക്കാർ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ലൊക്കേഷനിൽ സംഭവം ഉണ്ടായി. കാരണം നമ്മുടെ കൺട്രോളർ മുജീബ് ഉണ്ട്. ഇപ്പൊ മുജീബ് ഈ സണ്ണി ലിയോൺ ആരാന്ന് മൂപ്പർക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരു റേഞ്ച് റോവർ ബ്ലാക്ക് വന്നിങ്ങനെ ഇറങ്ങി. അപ്പൊ അതിന് പെൺകുട്ടി ഇറങ്ങിയപ്പോ എൻ്റെ അടുത്ത് മുജീബ് പറഞ്ഞു, എടാ ഞാൻ സണ്ണി ലിയോൺ ഒരു ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞു. ഞാൻ കാണിക്കുന്നതാണ് ഒരു പെണ്ണിന്റെ കൂടെ ഒരു ഫോട്ടോ. ഇതല്ല സണ്ണി ലിയോൺ. അല്ല ഞാൻ എന്നാ സണ്ണി ലിയോൺ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു സൈറ്റ് എടുത്തിട്ട് പറഞ്ഞു ഇതാണ് സണ്ണി ലിയോൺ. എടോ ഇത് ഞാൻ കണ്ടിട്ടില്ല. മൂപ്പറ് സണ്ണി ലിയോൺ വരുന്നതിന് മുന്നേ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് ഇവർ കാരവൻ അല്ല അതിന് പറയാം, വേറെന്തോ പേരുണ്ട് അതിന്, അത് വന്ന് ചെക്ക് ചെയ്യും. വന്ന പെൺകുട്ടി സണ്ണി ലിയോണിനെക്കാളും സുന്ദരിയാണ്. അത് കണ്ടപ്പോ മൂപ്പർ ചോദിച്ച് റേഞ്ച് റോവർന്ന് ഇറങ്ങി വന്നിട്ട് സെൽഫി 5-8 സെൽഫി ഒക്കെ എടുത്തിട്ട് സണ്ണി ലിയോൺ